നമസ്കാരം. ഈ ഞായറാഴ്ച രാവിലെ തൊട്ട് ഏഷ്യാനെറ്റിലെ മുതിർന്ന മാധ്യമ പ്രവർത്തകൻ PG സുരേഷ് കുമാർ മുണ്ടക്കൈ ചൂരൽമല പ്രദേശത്ത് നിന്ന് ഒരു വാർത്ത പറയുകയാണ്. അവിടെ കരട് ലിസ്റ്റ് പ്രസിദ്ധീകരിച്ചതിൽ അപാകതകളുണ്ടെന്ന്. അപ്പോൾ തന്നെ 24 കെ രാജനുമായി സംസാരിച്ചു. കാരണം തലേ ദിവസം 24 ആണ് ഈ വാർത്ത സുർജിത് അയ്യപ്പത്താണ് ഇത് കൊണ്ടുവന്നത്. രാജൻ പറയുന്നുണ്ട് അങ്ങനെ ഒരു കരട് പ്രസിദ്ധീകരിച്ചിട്ടേ ഉള്ളൂ. 15 പ്രവൃത്തി ദിനങ്ങൾക്കുള്ളിൽ ഇത് സംബന്ധിച്ച പരാതികൾ ആളുകൾക്ക് നൽകാൻ അവസരമുണ്ട്. അതിൽ ഉൾപ്പെടാതെ പോയവർക്ക് അപേക്ഷ നൽകാം. അനർഹമായി ആരെങ്കിലും പെട്ടിട്ടുണ്ടെങ്കിൽ അത് സംബന്ധിച്ച് പൊതുജനങ്ങൾക്ക് അപേക്ഷ നൽകാം. കൃത്യമായിട്ടുള്ളവർക്ക് മാത്രമാണ് അവകാശങ്ങൾ നൽകുള്ളൂ എന്നുള്ളത്. അങ്ങനെ ഒരു കാര്യത്തിൽ വലിയൊരു വീഡിയോൻ്റെ ആവശ്യമുണ്ടോ എന്ന് ചോദിച്ചാൽ അങ്ങനെ ഒരു വീഡിയോ നമ്മൾ കാണുകയാണ്. ഹൈക്കോടതി ഇക്കാര്യത്തിൽ കേന്ദ്ര സംസ്ഥാന സർക്കാരുകളോട് വ്യക്തത ആവശ്യപ്പെട്ടിരുന്നു. അതിനകത്ത് സംസ്ഥാനത്തോട് എത്ര രൂപ ചെലവാക്കി, എത്ര രൂപയുടെ കമ്മിറ്റ്മെന്റ് ഉണ്ട്, എത്ര രൂപയാണ് നൽകാൻ ഉദ്ദേശിക്കുന്നത് സ്പെസിഫിക് ആയിട്ട് വ്യക്തമാക്കാൻ പറഞ്ഞിരുന്നു. ഒരു സ്റ്റേറ്റ്മെന്റ് അഫിഡവിറ്റ് ഹൈക്കോടതിയിൽ സംസ്ഥാന സർക്കാർ നൽകിയിരുന്നു. ആ അഫിഡവിറ്റിലെ 2ാമത്തെ പേജിൽ ഓരോ മേഖലയ്ക്ക് കൊടുക്കേണ്ട പണം സംബന്ധിച്ച്, കൊടുക്കാൻ ഉദ്ദേശിക്കുന്ന പണം സംബന്ധിച്ച് സർക്കാർ വ്യക്തമാക്കിയിട്ടുണ്ട്. ഒരു വീടിന് 2 ലക്ഷം രൂപ വീതം 1000 വീടുകൾക്കും ഒരു പശുവിന് 37,500 രൂപ വീതം 3 പശുവിനും 500 കുടുംബങ്ങൾക്ക് ഫണ്ട് വകയിരുത്തിയിട്ടുണ്ട് ഈ കോടതിയിൽ സമർപ്പിച്ച രേഖകൾ പ്രകാരം. അതായത് 5.62 കോടി രൂപയും 20 കോടി രൂപയും വീതം. ഇത് ഈ അഫിഡവിറ്റിലെ 2ാമത്തെ പേജിൽ പറയുന്നതാണ്. പക്ഷേ നാളിതുവരെ 1 രൂപ കൊടുത്തിട്ടില്ല. പണം വേണ്ട പോട്ടെ. കേരളത്തിൻ്റെ ചൂരൽമല ദുരന്തത്തിൽ ആദ്യ ദിവസം മുതൽ നമ്മൾ കൊടുത്ത മെമ്മോറാണ്ടത്തിൻ്റെ 3 കാര്യങ്ങളിൽ ഒന്നുപോലും അംഗീകരിച്ചിട്ടില്ല. ഒന്ന്, സെക്ഷൻ 13 പ്രകാരം അവിടുത്തെ പാവപ്പെട്ട ദുരന്തബാധിതരുടെ കടങ്ങൾ എഴുതി തള്ളണം. അതിന് 1 രൂപയും ചെലവില്ല. കേരള ബാങ്കിലൂടെ കടങ്ങൾ എഴുതി തള്ളി. ദേശസൽകൃത ബാങ്കുകളിലുള്ള കടം എഴുതി തള്ളാൻ ദേശീയ ദുരന്ത നിവാരണ അതോറിറ്റിക്ക് ദേശീയ ദുരന്ത നിവാരണ ആക്ട് 2005 സെക്ഷൻ 13 പ്രകാരം അധികാരമുണ്ട്. ഒന്നെടുത്ത് പ്രയോഗിച്ചാൽ തീരാം. കേരളത്തിലെ ഈ ദുരന്തത്തെ ഏത് നിലവാരത്തിൽപ്പെടുത്തിയിരിക്കുന്നു? L0, L1, L2, L3 4 ഒന്ന് പറയാം. കേരളത്തിന് അഡീഷണൽ അസിസ്റ്റൻ്റ് വേണം, ഇതുവരെ കിട്ടിയില്ല. ഇപ്പോൾ പലയിടങ്ങളിലും പറയുന്നൊരു കാര്യം STRFൻ്റെ ഫണ്ടിൽ ഞങ്ങൾ അനുവദിച്ചിട്ടുണ്ട്, അതിൻ്റെ ബാക്കി തുക കയ്യിലുണ്ട്. നാട്ടിൽ ആർക്കും അറിയാവുന്ന കാര്യം STRF ഫണ്ടിൽ കൊടുക്കുന്നതിന് മാനദണ്ഡങ്ങളുണ്ട്. ഒറ്റ കാര്യത്തിന് മറുപടി പറഞ്ഞാൽ മതി. ഇപ്പോൾ അവിടെ പുനരധിവസിപ്പിക്കേണ്ട ആളുകൾക്കുള്ള വാടക 6000 രൂപ വീതം 800ഓളം കുടുംബങ്ങൾക്ക് മാസം തോറും കൊടുക്കുന്നു. ഈ പണം STRFൽ നിന്ന് എടുത്തു കൊടുക്കാൻ അനുവാദം നൽകാമോ? ചോദ്യത്തിന് ഉത്തരം പറഞ്ഞാൽ ക്ലിയറായി. ആ പണം ഇപ്പോൾ കൊടുക്കുന്നത് CMDRFൽ നിന്നാണ്. എന്തുകൊണ്ടാണ്? അത് STRFൽ നിന്ന് എടുത്തു കൊടുക്കാൻ മാനദണ്ഡങ്ങൾ അനുവദിക്കുന്നില്ല. വിവരമുണ്ട്, പക്ഷെ മിണ്ടിക്കൂടാ എന്ന് പറയുന്നത് പോലെ 677 കോടി രൂപയുണ്ട്. ഞാൻ പറയട്ടെ, 1023 പേർക്ക് അടിയന്തര സഹായമായി 10,000 രൂപ കൊടുത്തു. ആ 10,000 STRFൽ നിന്ന് കൊടുക്കാൻ പറ്റുമോ? പറ്റില്ല. 5,000 കൊടുക്കാം, ബാക്കി 5,000 CMDRFൽ നിന്ന് എടുക്കാം. ഈ തുക ഇവിടെ ഉണ്ട് എന്ന് കരുതി എടുക്കാൻ പറ്റുമോ? ഞങ്ങൾ പറഞ്ഞു, ചൂരൽമലയ്ക്ക് വേണ്ടി ഒരു അഡീഷണൽ അസിസ്റ്റൻസ്, നിങ്ങൾ ഇവിടെ ഇരിക്കുന്ന പണം STRFൻ്റെ മാനദണ്ഡങ്ങളില്ലാതെ ഞങ്ങളുടെ നിർദ്ദേശപ്രകാരം എടുത്ത് മറ്റാവശ്യങ്ങൾ കൂടി ചെലവഴിക്കാമെന്ന് പറഞ്ഞാൽ പ്രശ്നം തീർന്നു. അതിന് പകരം STRFൻ്റെ പണം ഇന്ന് ചില മാധ്യമങ്ങൾ കൊടുത്തിട്ടൊരു വാർത്തയുണ്ട്. കോടതി ചോദിച്ചു പോലും ഇതിന് ഓഡിറ്റിംഗ് ഉണ്ടോ? അല്ല, ഞാൻ പറഞ്ഞത് ഇതിന് ഓഡിറ്റ് ഉണ്ടോ, ഇതിന് കൃത്യതയുണ്ടോ? യഥാർത്ഥത്തിൽ STRF മുഖാന്തരം കേന്ദ്ര ഗവൺമെൻറ് തരുന്ന പണം ഓഡിറ്റ് ചെയ്യുന്ന ആരാന്നറിയാമോ? CNAG ആണ്. കൺട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറൽ എല്ലാ വർഷവും ഓഡിറ്റ് ചെയ്ത് റിപ്പോർട്ട് കേന്ദ്രത്തിന് സമർപ്പിക്കുന്ന ഫണ്ടാണ് STRF ഫണ്ട്. സുഹൃത്ത് പ്രവീണിൻ്റെ പോസ്റ്റാണ്. ചൂരൽമലയെ സ്നേഹിക്കുന്ന ഏഷ്യാനെറ്റ് ന്യൂസിലെ മുതിർന്ന മാപ്ര സുരേഷ് കുമാർ, PG സുരേഷ് കുമാർ, അങ്ങനെയാണ് പ്രവീണെ. ഗോപിജി നിങ്ങളുടെ ചാനലിൽ നിങ്ങളോട് പറഞ്ഞ കാര്യമുണ്ട്. ചൂരൽമലയിൽ പുനരധിവാസമല്ല കേന്ദ്രത്തിൻ്റെ ഭാഗമായി നോക്കുന്നത്, നവ അധിവാസമാണെന്ന്. ഫോട്ടോഷൂട്ട് വന്ന അദ്ദേഹത്തിന്റെ വാക്കുകൾ തുടങ്ങി വെച്ചത് തന്നെ ഹൃദയം നുറങ്ങിപ്പോയി, ഹൃദയം വല്ലാണ്ട് ഭാരമേറിയിരിക്കുന്നു എന്ന് പറഞ്ഞാണ് തുടങ്ങിയത്. എനിക്ക് തോന്നുന്നു പുനരധിവാസമല്ല, നവ അധിവാസം ആണ് അദ്ദേഹത്തിന്റെ മനസ്സിലുള്ള നവ അധിവാസം. സാധാരണഗതിയിൽ ഏതു ദുരന്തം ഇന്ത്യയിൽ എവിടെയും സംഭവിക്കുമ്പോഴേ കേന്ദ്ര സർക്കാർ ഒരു സഹായം പ്രഖ്യാപിക്കും. നമ്മൾ കൂടുതൽ കടന്ന് ഒരു പുനരധിവാസത്തിനുള്ള വലിയൊരു സഹായമാണ് പ്രതീക്ഷിച്ചത്. പക്ഷേ അറിയേണ്ടുന്നൊരു കാര്യമുണ്ട്. സാധാരണഗതിയിൽ ഏറ്റവും ചെറുതായി പ്രഖ്യാപിക്കുന്ന 1 ലക്ഷം രൂപ സഹായം പോലും പ്രഖ്യാപിച്ചിട്ടില്ല.
പെട്ടിമുടി ദുരന്ത സമയത്ത് 2 ലക്ഷം രൂപ കേന്ദ്ര സർക്കാർ സഹായം പ്രഖ്യാപിച്ചത് ഇതുവരെ കിട്ടിയിട്ടില്ല. PG സുരേഷ് കുമാർ. ഉരുൾപൊട്ടൽ ദുരന്തമുണ്ടായിട്ട് ഇന്ന് 4 ആണ്ട്. 70 പേരുടെ ജീവനെടുത്ത ദുരന്തത്തിന്റെ ആഘാതം ഇന്നും പെട്ടിമുടിയെ ചൂഴ്ന്നു നിൽക്കുകയാണ്. ദുരിതബാധിതർക്ക് കേന്ദ്ര സർക്കാർ വാഗ്ദാനം ചെയ്ത 2 ലക്ഷം രൂപയും പാഴ്വാക്കായി. നിങ്ങൾ അവിടെ ചെന്ന് അവിടുത്തെ ദൈന്യത കാണിച്ചു. നമ്മളത് കാണുന്നു. ദൈന്യത ശരിയാണ്. പക്ഷെ കേരള സർക്കാർ ഇന്ത്യയിൽ ആദ്യമായി ഒരു പുനരധിവാസം നടക്കേണ്ടുന്ന സ്ഥലത്ത് മിക്കതും ഇതുവരെ ഉണ്ടായിട്ടുള്ള എല്ലാവരും ഒരു ഹാളിലോ സ്കൂളിലൊക്കെ ഒരുമിച്ച് താമസിക്കേണ്ടുന്ന ഒരവസ്ഥയിൽ നിന്ന് മാറി അവർക്ക് വാടക വീട് എടുക്കാനുള്ള സൗകര്യം ചെയ്തു കൊടുത്തിരിക്കുന്നു. വേണ്ട, അതിനപ്പുറം അവിടുത്തെ ഒരു കുട്ടിക്ക് ജോലി കൊടുത്തിരിക്കുന്നു. ഇതൊന്നും വലിയ കാര്യങ്ങളായിട്ട് പറയല്ല. എന്ത് തന്നെ കൊടുത്താലും ഒന്നും ചെറുതായി പോയില്ല. പക്ഷെ അപ്പോഴും ഒന്നും കൊടുക്കാതിരിക്കുന്ന കേന്ദ്ര സർക്കാരിനെ കുറിച്ച് ഒരക്ഷരം മിണ്ടാതെ അങ്ങനെ അന്വേഷിച്ചപ്പോഴാണ് നിങ്ങളെങ്ങനെ അവിടെ എത്തിയെന്നുള്ളത് നമുക്കറിയാം. ഷിരൂരിൽ ഒരു മണ്ണിടിച്ചിലുണ്ടായി. അർജുൻ എന്ന് പറഞ്ഞാൽ നമ്മൾ കാണാതായി പോകുമ്പോൾ കേരളത്തിലെ മാധ്യമങ്ങൾ അവിടെ ഓടിയെത്തുകയാണ് വാർത്തയ്ക്ക് പിന്നാലെ. റേറ്റിംഗ് എന്തോ ആയിക്കോട്ടെ, പക്ഷെ അതാണ് പൊതുമധ്യത്തിൽ ആ വാർത്തയെ ഇത്രയും കൊണ്ട് നിലനിർത്തിയതും കർണാടക സർക്കാരിന് അതിൽ ഇടപെടേണ്ടി വന്നതും. നമുക്കറിയാം അവിടെ കർണാടക സർക്കാർ യാതൊരു വക ഇടപെടലും നേരിട്ട് നടത്തിയിട്ടില്ല എന്നുള്ളത്. പലപ്പോഴും മാധ്യമങ്ങളെ അവിടെ നിന്ന് അകറ്റി നിർത്തുന്ന ഒരു സ്വഭാവം നമ്മൾ കണ്ടതാണ്. ഇതൊക്കെ നമ്മൾ കണ്ടതാണ്. അവിടെയും നമ്മൾ PG സുരേഷ് കുമാറിനെ കണ്ടിട്ടില്ല. വേണ്ട, ചൂരൽമല ദുരന്തം അതിൻ്റെ ഇടയിലാണ് ഉണ്ടായത്. അതിനുശേഷമാണ് പിന്നെ അർജുൻ്റെ മൃതശരീരം കിട്ടുന്നത്. ചൂരൽമല ദുരന്തത്തിൽ മറ്റുള്ള എല്ലാ മാധ്യമപ്രവർത്തകരും അവിടെ എത്തുമ്പോഴും നിങ്ങൾ ഫ്ലോറിൽ നിന്ന് ലൈവത്തോൺ നടത്തുമ്പോഴാണ് ബഹുമാനപ്പെട്ട കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി നവ അധിവാസമാണ് അവിടെ സംഭവിക്കാൻ പോകുന്നത് കേന്ദ്ര സർക്കാരുമായി ബന്ധപ്പെട്ട് എന്ന് പറഞ്ഞത്. നിങ്ങൾ അതിനെക്കുറിച്ച് ഇപ്പോഴും പറഞ്ഞില്ല, എപ്പോഴും പറഞ്ഞില്ല. ഈ ലൈവത്തോൺ പരിപാടിയൊക്കെ കഴിയുമ്പോൾ നിങ്ങളൊരു വാർത്ത ചെയ്തു 2 ഓണത്തിന്. വളണ്ടിയർമാരുടെ യാത്രയ്ക്കായി 4 കോടി രൂപ, അതുപോലെ തന്നെ വളണ്ടിയർമാരുടെ ട്രൂപ്പുകളുടെയും ഭക്ഷണത്തിനും വെള്ളത്തിനുമായി 10 കോടി രൂപ, വളണ്ടിയർമാരുടെയും ട്രൂപ്പ് അതായത് സൈന്യത്തിന്റെയും താമസത്തിന് മാത്രം 15 കോടി രൂപ, വെഹിക്കിൾ യൂസ്ഡ് ഫോർ ഇവാക്വേഷൻ. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. ഈ ചുരൽമല ഭാഗത്ത് നിന്ന് ആളുകളെ ഒഴിപ്പിക്കുന്ന തരത്തിലുള്ള കാര്യങ്ങൾ ചെയ്തതാണ്. ചുരൽമലയൊപ്പം തന്നെ മുണ്ടക്കൈ ഭാഗത്ത് നിന്ന് അവിടെ നിന്നാണ് ഈ 12 കോടി രൂപ അതിനുവേണ്ടി മാത്രം ചെലവഴിച്ച് 8 ദിവസം. നിങ്ങളുടെ മുതിർന്ന മാധ്യമപ്രവർത്തകൻ ഷാജഹാൻ എക്സ്പെൻഡിച്ചറും എസ്റ്റിമേറ്റും തിരിച്ചറിയാതെ, അല്ലെങ്കിൽ അറിഞ്ഞിട്ടുണ്ടെങ്കിൽ തന്നെ നിങ്ങളുടെ മുതലാളിക്ക് വേണ്ടി ഒരു വാർത്ത ചെയ്തു. അതൊരു ദിവസം മുഴുവൻ കത്തിപ്പടർന്നു. നമ്മളെപ്പോലെയുള്ള സോഷ്യൽ മീഡിയ ആക്ടിവിസ്റ്റുകളാണ് അതിനെതിരെ പ്രതിരോധിച്ചത്. ഇപ്പോൾ എന്തെങ്കിലും ഒരു തെറ്റുണ്ടായിട്ടുണ്ടെങ്കിൽ തന്നെ അത് തീർക്കാനായിട്ട് കേരളം അവിടെയുണ്ട്. അവിടെ ഒരു തെറ്റും സംഭവിക്കില്ല. ഒരു സഹായം കിട്ടുന്നിടത്തേക്ക് ചോദിക്കാനുള്ള ഒരു മനസ്സില്ലാതെ, ഇന്ന് രാവിലെ ഗിരിജാപ്രിയൻ സാറാണ് എൻ്റെ അടുത്ത് പറഞ്ഞത്, കഴുതപ്പുലികളുണ്ട് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മറ്റ് ജീവികൾ ആക്രമിച്ച് കൊന്ന ചെയ്യാൻ കെടുക്കുന്ന മൃതദേഹങ്ങൾ വലിച്ചു തിന്നുന്നത്. അതുപോലെ ആവല്ലേ കേരളത്തിലെ മാധ്യമപ്രവർത്തനം? നിങ്ങൾ ഇത്രയും ആവല്ലേ? അന്വേഷിച്ചപ്പോഴാണ് അറിഞ്ഞത് നിങ്ങൾ കോഴിക്കോട് എത്തിയത് നിങ്ങൾ ചൂരൽമലയ്ക്ക് വേണ്ടിയിട്ടല്ല. നിങ്ങളെത്തിയത് കേരളത്തിൻ്റെ പ്രിയ കഥാകാരന് ഒരു സുഖല്യ ഒത്തിരി കൂടുതലാണെന്ന് അറിഞ്ഞപ്പോൾ നിങ്ങൾ ആ സുഹൃതം സിനിമ കണ്ടിട്ടുണ്ടോ? ഇപ്പോൾ തന്നെ കോഴിക്കോട് ഹോസ്പിറ്റലിൻ്റെ മുമ്പിൽ മാധ്യമങ്ങൾ പോയി നിൽക്കുന്നത് കണ്ടിട്ട് പലരും സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്യുന്നത് സൊല എന്നാണ്. നിങ്ങളുടെ ഒരു മാധ്യമപ്രവർത്തകൻ ആരോടോ കയ്യിൽ നിന്ന് അവിടുത്തെ ഉള്ളിലത്തെ വിഷ്വൽ കടമെടുക്കാൻ ശ്രമിച്ചതിൻ്റെ പേരിൽ അദ്ദേഹത്തിൻ്റെ വീട്ടുകാരുടെ കയ്യിൽ നിന്ന് ചീത്ത കിട്ടിയിട്ടാണ് നിങ്ങൾ അവിടെ നിന്ന് പുറപ്പെട്ട് വയനാട്ടിലേക്ക് പോയി. നിങ്ങൾക്ക് കിട്ടിയ ചീത്ത അത് ഗവൺമെൻറ്റിനെ പറയാനായിട്ടുള്ള മറ്റൊരു ഉപാധിക്ക് മാറ്റിയെന്ന് ജനസംസാരമുണ്ട്. അപ്പം അങ്ങനെ ജനസംസാരം ഉണ്ടെന്ന് പറയാൻ പറ്റുമെന്ന് ചോദിച്ചാൽ നിങ്ങൾ സിന്ധു സൂര്യകുമാറിനോട് ചോദിച്ചാൽ മതി. പലപ്പോഴും നാട്ടിൽ പാട്ടാണ് എന്നാണ് അവർ പറയുക. അതെ, നിങ്ങളോടെല്ലാം കൂട്ടി മറുപടി പറയണമെന്നുണ്ട്, ഓരോന്നിനും പറയാം. പക്ഷേ ഇങ്ങനെയെങ്കിലും പറഞ്ഞില്ലെങ്കിൽ പ്രവീൺ എഴുതിയ പോസ്റ്റ് നമ്മൾ കാണാത്ത പോലെയോ. ഇതിപ്പോൾ ഇവിടെ ഇരിക്കട്ടെ. എല്ലാവർക്കും നന്ദി, നമസ്കാരം.